ഓക്കെ. അപ്പം നമ്മള് ഇന്റീരിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിന്റെ പിന്നെ ലിവിങ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റ ഐഡിയും അതുപോലെ തന്നെ ടെലിഗ്രാം ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി ഇതിന്റെ ലിവിങ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ലിവിങ്ങിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വരുന്നത് വിൻഡോസ്, വലിയ വിൻഡോസ് വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഫുൾ കർട്ടൻ കൊടുക്കാം. ഇവിടെ നമുക്ക് ഫുൾ കർട്ടൻ തന്നെ കൊടുക്കാം. ഇതുമായി നമുക്ക് ടി വി യൂണിറ്റ് കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങനെ ഒരു യു ഷേപ്പിലുള്ള സോഫ നമുക്ക് ഇവിടെ ഇങ്ങനെ എൽ ഷേപ്പിലുള്ള സോഫയും ഇവിടെ ഒരു എക്സ്ട്രാ സിറ്റിങ്ങും നമുക്ക് കൊടുക്കാം. ആദ്യം നമുക്ക് ഇനി ബെഡ്റൂം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ടാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡ്, ബെഡ്റൂമിന്റെ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, നമ്മളിവിടെ ബെഡ് 1 എന്ന് പറഞ്ഞിട്ട് ടാഗ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ലൂവർ പാനൽ കൂടിയും അതിലോട്ട് ഇത്രയും സംഭവങ്ങൾ കൂടി നമുക്ക് ഈ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ആ ബെഡ് 1 തന്നെ മാറ്റാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ലിവിങ്ങിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കർട്ടൺ ഇമ്പോർട്ട് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഡബിൾ ഹൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് വരുന്നത് ഡബിൾ ഹൈറ്റ് ആണ്. ഓക്കെ, നമുക്കിവിടെ ഡബിൾ ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ലെവലാക്കി എടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആയി കളയാം. ഈ ഓപ്പണിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യണം. നമ്മളത് ആക്ച്വലി നമ്മൾ എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ അത് ഇതിനൊന്നും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ലല്ലോ. ജസ്റ്റ് എക്സ്റ്റീരിയർ വ്യൂ കണ്ടവർക്ക് അറിയുന്നുണ്ട്, നമ്മളിതിവിടെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ ഇവിടെ ഡബിൾ ഹൈറ്റ് വരുന്നുണ്ട് എന്നൊക്കെ. നിലവിൽ നമുക്ക് ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ കളറ് ടൈൽസ് നമ്മൾ ഈ വൈറ്റിലോട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ കളർ എടുത്തിട്ട് ബോട്ടം സൈഡിൽ ഈ ഒരു കളർ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിലും ഈ ഒരു ടൈൽ കൊടുക്കുക, വൈറ്റ് കളർ കൊടുക്കുക. പിന്നെ വരുന്ന ഇവിടെയും ഇവിടെ നമുക്ക് ടൈൽ ഒഴിവാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക, ഇതിൽ കളർ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഗ്രൗണ്ട് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടാബിലോട്ട് പോവുക. സോറി, ഈ ടാഗിലോട്ട് പോയിട്ട് ബെഡ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കർട്ടൻ ഇമ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ നിലവിൽ ഈ ഒരു കർട്ടൻ ഓൾറെഡി നമ്മളെ ബെഡ്റൂമിന്റെ സീനിലുണ്ട്. അപ്പൊ അത് നമുക്ക് അവിടെ കോപ്പി ചെയ്തിട്ട് അതിന്റെ ടാഗ് മാറ്റിയാൽ മതി. ഈ ബെഡ്റൂം ഓപ്പൺ ചെയ്യുക, ഈ കർട്ടൻ കോപ്പി ചെയ്യുക, കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക. ഇവിടെ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഈ ഒരു പോയിന്റ് പിടിച്ച് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് അതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിനൊന്ന് മേക്ക് എ യൂണീക്ക് അടിക്കണം. അതിന് വേണ്ടിയിട്ട് ഉള്ളിലോട്ട് കയറുക, ഈ മൂന്നും സെലക്ട് ചെയ്യുക, മേക്ക് എ യൂണീക്ക് അടിക്കുക. വീണ്ടും ഉള്ളിലോട്ട് കയറിയിട്ട് ഇതിനെ വീണ്ടും മേക്ക് എ യൂണീക്ക് അടിക്കുക. അതുപോലെ ഈ വൈറ്റിൽ വന്നിട്ട് ഇതിനും മേക്ക് എ യൂണീക്ക് അടിക്കുക. അതിനുശേഷം ഇതിന്റെ ഓക്കെ, ഇങ്ങോട്ടേക്ക് കോപ്പി എടുത്ത് വെക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ ഹൈറ്റ് കുറക്കാം. കാരണം ഇവിടെ ഓപ്പൺ ഹൈറ്റ് ആയതുകൊണ്ട് ഇതിന്റെ മുകളിൽ ബോക്സ് അടിച്ച് കൊടുക്കണം നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 60 സെന്റിമീറ്റർ ഹൈറ്റോ അല്ലെങ്കിൽ ഒരു 30 സെന്റിമീറ്റർ ഹൈറ്റിൽ നമുക്ക് ബോക്സ് കൊടുക്കാം. അതായത് ലിൻഡൽ ലെവലിൽ നിന്ന് ഒരു 30 കൂടി ഹൈറ്റ് കൂട്ടിയിട്ട്. ലിൻഡൽ ലെവൽ കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഹൈറ്റിലാണ് കർട്ടൻ കൊടുക്കല്. അതുപോലെ തന്നെ ഇതിന്റെ ടാഗ് നമുക്ക് മാറ്റേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഇവിടെ വരിക, നമുക്കൊരു പുതിയ ടാഗ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ ലിവിങ്ങിലോട്ട് മാറ്റാം. എന്നിട്ട് ബെഡ് ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിനെ തൽക്കാലം ഇങ്ങോട്ടേക്ക് ഒന്ന് ചെറുതാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വരച്ചിട്ട് ഇവിടുന്ന് ഒരു 20 ഹൈറ്റ് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക, ഒരു 15 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക. ഇതിനെ ഇവിടുന്ന് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 15 സെന്റിമീറ്റർ മാറ്റി വെക്കുക. മൂവ് ചെയ്തൊക്കെ അതിനെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യുക. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ലാസ്റ്റ് ടി വി യൂണിറ്റ് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ശേഷം അതിനൊന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് ഇവിടെ വരിക.
ഒരു ഓഫ്സെറ്റ് കൊടുത്തിട്ട് 2 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യുക. ഉള്ളിലോട്ടൊരു 15 സെന്റിമീറ്ററോളം കയറ്റി വെക്കുക. ജസ്റ്റ് ഒരു ഗ്യാപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ കർട്ടൻ സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യുക. ഇതിന്റെ കോപ്പി എടുത്തിട്ട് ഇവിടെയും വെക്കുക. എന്നിട്ട് അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു സംഭവം, അതായത് നമ്മൾ ഇപ്പുറത്തോട്ട് ആഡ് ചെയ്തിട്ടുള്ള കർട്ടനൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കി സ്കെയിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ഇതിനൊന്ന് സ്കെയിൽ ചെയ്ത് ഒന്ന് വലുതാക്കി വെക്കുക. അതിനുശേഷം ഈ ഒരു ഫ്രെയിമിന് നമുക്ക് ഈ ഒരു വുഡിന്റെ കളർ തന്നെ അപ്ലൈ ചെയ്യാം. വേണം നോക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ടി വി യൂണിറ്റ് കൊണ്ടുവരുന്നതിന് മുന്നേ നമുക്കൊരു സോഫ ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓക്കെ, നമ്മളൊരു സോഫ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതുപോലെ ഞാൻ ഈ ഒരു കോഫി ടേബിൾ ഞാൻ ഇതിന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. നമുക്ക് വേറെ കോഫി ടേബിൾ ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടി ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കി ഈ കാർപ്പറ്റും ഒക്കെ ഒന്ന് ഡിലീറ്റ് ആക്കി ഒന്ന് സെറ്റ് ആക്കി വെക്കാം. അതായത് നമുക്ക് ഈ ഒരു സിംഗിൾ സോഫനെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാം. ഇവിടെ വേണ്ട, ഒന്നുകൂടി സൗകര്യം അതായിരിക്കും. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ടി വി യൂണിറ്റ് വേണം. ടി വി യൂണിറ്റ് നമുക്ക് ചെയ്യാൻ ഞാൻ ഈ ഒരു ഫയൽ നമുക്ക് നോക്കിയാൽ ഓൾറെഡി എൻ്റെ ഒരു കമ്പ്യൂട്ടറിന് ഇത് ഹെവി ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ചെയ്യുന്ന വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് വലുതാക്കുന്നുണ്ട് കാർപ്പറ്റിനെ. ശേഷം ഇതിനൊന്ന് അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ടി വി യൂണിറ്റിലോട്ട് വരുമ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്രയും ഭാഗത്താണ് ഞാൻ ടി വി യൂണിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ തൽക്കാലം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വരച്ചു, കാരണം ഇത്രയും ഏരിയ മതി. അതിനെ കൺട്രോൾ-C അടിച്ച് കോപ്പി ചെയ്യുക, ഒരു പുതിയ സ്കെച്ച് ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കൺട്രോൾ-Shift ചെയ്യുക, അതായത് എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ പേസ്റ്റ് പ്ലേസ് ആണ് ഓപ്ഷൻ ഉണ്ടാവും. ഷോർട്ട് കട്ട് ഞാൻ ഇതിലോട്ട് അസൈൻ ചെയ്തതാണ്. ഇപ്പോൾ അസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ പേസ്റ്റ് പ്ലേസ് ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പീസ് ഇവിടെ വരും. ഇത്ര സൈസിലാണ് ഞാൻ ടി വി യൂണിറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇതിനെ ഒരു ഗ്രൂപ്പ് ചെയ്തു. ഞാൻ ഇതിനൊന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. മറ്റുള്ള പ്രോജക്റ്റുകളിലും നമുക്ക് ഈ ടി വി യൂണിറ്റിനെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്ക് താഴെ നിന്ന് ഒരു 20 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു 20 സെന്റിമീറ്റർ മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഷെൽഫ് അടിക്കുക. ശേഷം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് റെക്ടാങ്കിൾ വരയ്ക്കുക. 40 സെന്റിമീറ്റർ ഡെപ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ, ഇതിന് 38 സെന്റിമീറ്റർ ആയി കൊടുക്കുക. അതായത് ഇതിന്റെ വീതി 38 കൊടുക്കുക. അതിനുശേഷം ഈ ഫേസ് സെലക്ട് ചെയ്തതിന് കൺട്രോൾ-C അടിച്ച് കോപ്പി ചെയ്യുക. കൺട്രോൾ-Shift-V അടിച്ച് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു 2 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 0.3 പുഷ് ചെയ്ത് വെക്കുക. അതായത് അവിടെ ഒരു ഡോറിന്റെ ഗ്യാപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ കൊടുക്കുക. ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതിനെ 2 സെന്റിമീറ്റർ മൂവ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഒരു 2 സെന്റിമീറ്റർ വെക്കും. ഇതിനെ ഒരു 0.3 കൂടെ 0.2 കൂടെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ വാള് വരുന്ന ഭാഗം ആയതുകൊണ്ടാണ് അവിടെ ഒരു പീസ് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു ഡിസൈൻ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയും അതുപോലെ തന്നെ ആ ഒരു ലൈന് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. ഐ മീൻ ആ ഒരു പീസ് ഇവിടെ അടിച്ചെടുക്കുക നമുക്ക്. അതിനുശേഷം ഇതിനെ ഒരു 0.2 ഗ്യാപ്പ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് 1/3 അടിക്കുക. ഒരു 1/4 അടിക്കുക. എന്നിട്ട് ഇതിനെ ഫുള്ള് ലൈന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു 0.2 കൊടുക്കുക. ഇങ്ങോട്ടേക്ക് ഒരു 0.4 അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 4 mm ഗ്യാപ്പ് കിട്ടും. അതിനുശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു സംഭവം ഡിലീറ്റ് ആയി കളയാം. നമുക്ക് വേണമെന്നുണ്ട് ഇതിനെ കമ്പോണന്റ് ആക്കിയിട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തൽക്കാലം ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഗ്രൂപ്പിൽ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ അടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ഇതിനെ മേക്ക് കോമ്പോണന്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്തിട്ട്
ഇവിടെ കൊടുന്ന് വെച്ച് ബൈ 3 അടിക്കുക. എന്നിട്ട് ഈ എക്സ്ട്രാ വന്നിട്ടുള്ള പീസൊക്കെ ഡിലീറ്റ് ആയി കളയാം. ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക, Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്യുക, ഐസൊലേറ്റ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു 2 സെന്റിമീറ്ററും കൂടി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തേക്കാം. നമുക്ക് ഇതിന്റെ ബാക്കിൽ പാനലിങ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 സെന്റിമീറ്റർ ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഈ ഒരു ഡോറിന്റെ സൈസ് കണക്കാക്കിയിട്ട് എടുക്കുക. 68 സെന്റിമീറ്റർ വരുന്നുണ്ട്. ഇതിനെ Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക, അവിടെ തന്നെ പേസ്റ്റിംഗ് പ്ലേസ് അടിച്ചിട്ട് 2 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. അതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് അതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്കൊരു 3 പീസാക്കി മാറ്റാം. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഒരു ബൈ 3 അടിക്കുക. ഈ 2 ലൈൻ സെലക്ട് ചെയ്തിട്ട് 0.5 മുകളിലോട്ടും 0.5 1 സെന്റിമീറ്റർ താഴോട്ടും ആക്കുക. എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ലൈന് ഡിലീറ്റ് ആക്കിയിട്ട് ഇതിനൊന്ന് ബാക്കിലോട്ട് പുഷ് ചെയ്ത് ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കമ്പോണന്റ് ആക്കുക, മേക്ക് കോമ്പോണന്റ് ആക്കുക. ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ച് ബൈ 2 അടിക്കുക. എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ലൈന് കാര്യങ്ങൾ, ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഫേസ് കാര്യങ്ങൾ ഡിലീറ്റ് ആയി കളയാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലോവർ പാനലും കൂടിയും കാണിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 40 സെന്റിമീറ്ററിലുള്ള ലോവറാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു 40 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക, Ctrl+Shift+V അടിച്ച് പേസ്റ്റിംഗ് പ്ലേസ് കൊടുത്തിട്ട് അതിനെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് വെക്കുക. അപ്പോൾ തൽക്കാലം അതിൻ്റെ ടെക്സ്ചറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർലക്സ് എന്ന കമ്പനിൻ്റെ ടെക്സ്ചറാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ക്ലയൻറ്റിൻ്റെ ഒന്ന് കൺഫർമേഷനൊക്കെ കിട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ എന്താ പറയുക മെഷാക്കി മാറ്റാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്ചർ ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു 20 സെന്റിമീറ്റർ സൈസ് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി കൊടുക്കുക, ഒരു 30 കൊടുക്കുക. 30 സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിന് നമുക്കൊരു കളർ അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കളർ കൊടുക്കുക. അതിന് നമുക്കൊരു ഏകദേശം ഈ ഒരു കളറിലോട്ട് അതിന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഒരു വാൾപേപ്പർ അപ്ലൈ ചെയ്യണം. ഇത് നമുക്ക് ചുമരുമയാണ് അപ്ലൈ, ഐ മീൻ നമ്മളെ നമ്മളെ വർക്ക് ഫയലിൽ പോയിട്ട് അതിൽ വരുന്ന വാളിലാണ് ഇനി വാൾപേപ്പർ കൊടുക്കുക. അതല്ലെങ്കിൽ പിന്നെ നമുക്കിവിടെ പിന്നെ വേറെ എന്തെങ്കിലും പാനലിങ് ചെയ്യാം. തൽക്കാലം അങ്ങനെ നിർത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കളർ എടുത്തിട്ട് ഇതിന് കൊടുക്കുക. ഒരു കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊക്കെ ലാമിനേഷൻ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ സെലക്ട് ചെയ്തിട്ട് തൽക്കാലം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കിയിട്ട് തീം മാച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇതിന് നമുക്കൊരു വാൾപേപ്പർ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ടെക്സ്ചർ കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്കൊരു TV കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ട് നോക്കാം. നമുക്ക് ഈ ലൂവറിന്റെ സൈസ് ഒരു 20 കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനൊന്ന് സെൻറ്റർ ആക്കി വെക്കുക. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഡീക്കോർ ഐറ്റംസുകളൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ എന്താ പറയുക കസ്റ്റം അസറ്റ് ചെയ്തു വെച്ചതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള മെഷൊക്കെ ഇങ്ങനെ എന്താ പറയുക ക്ലൗഡിലൂടെ, ഐ മീൻ പ്രോക്സി ആക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും എൻസ്കേപ്പിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് പറയണേ. നമുക്കിവിടെ ഈ ഒരു പ്ലാന്റ് ഇവിടെ വെക്കുക. പ്ലാന്റ് അല്ല, ഒരു ഡീക്കോർ ആണ്. അപ്പം ഞാനത് ഓൾറെഡി ക്ലൗഡിൽ മറ്റേ പ്രോക്സി ആക്കി എൻസ്കേപ്പിൻ്റെ പ്രോക്സി ആക്കി ചെയ്തതാണ്. നമുക്ക് അതിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു TV യൂണിറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. തൽക്കാലം ഇങ്ങനെ വെക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഇവിടെ ഒരു ഡീക്കോർ ബോക്സ്, ഒരു കാര്യം ചെയ്യാം. ഈ ഒരു പീസിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിനെ ഇവിടെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഈ ലൂവർ പാനലിനെ എടുത്തിട്ട് ഈ ഒരു എൻഡിലോട്ട് മാറ്റാം. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സംഭവത്തിനെ ഇവിടെ കൊടുന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അതവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഇവിടെ ഒരു ബോക്സ് കൊടുക്കാം, ഒരു ഡീക്കോർ ബോക്സ് ചെയ്യാം നമുക്ക്.
അപ്പോൾ അതിന് വേണ്ടി ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഒരു 30 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. ഇപ്പോൾ ഉണ്ട് ഒരു 25 മതി. അപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ബാക്കിലേക്ക് വലിച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. 2 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് ഒരു 22 കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ മൊത്തം സൈസ് ഒന്ന് നോക്കണം. നമ്മൾ നോക്കാൻ വിട്ടുപോയിട്ടുണ്ട്. 139 എന്നുള്ളത് 140 ആക്കുക. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഓക്കെ. അതിന് ശേഷം ഇവിടെ വന്നിട്ട് റെക്റ്റാങ്കിൾ എടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതിൻ്റെ തിക്നെസ് ഒരു 2 സെൻറ്റിമീറ്റർ കൊടുത്തിട്ട് മേക്ക് എ ഗ്രൂപ്പ് അടിക്കുക. ഈ ഒരു എൻഡ് പിടിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെച്ച് ബൈ 5 കൊടുക്കുക. എക്സ്ട്രാ വന്നിട്ടുള്ള പീസൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. ലൂവർ പാനലോട്ട് വരുമ്പോൾ നമ്മൾ ടെക്സ്ചർ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈറ്റിനെ നമ്മളൊന്ന് മാനുവലായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ സൈസ് കാര്യങ്ങളുണ്ടാവും. ഇത് ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ടോ, ഈ ലോക്ക് എന്നുള്ള ഇത് അൺലോക്ക് ചെയ്യുക. പിന്നെ നമുക്കിതിനെ എങ്ങനെ മാറ്റി കഴിഞ്ഞാലും പിന്നെ വിഡ്ത്ത് മാറില്ല, ഹൈറ്റ് മാത്രമേ മാറ്റം വരുള്ളൂ. ഓക്കെ. ശേഷം ടെക്സ്ചർ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഇതിനൊരു കളർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ലൂവറിനോട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വുഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മളെ വർക്ക് ഫയൽ പോയി കഴിഞ്ഞാൽ ആ ലിവിങ്ങിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാറ്റണം. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം ലാമിനേഷൻ തന്നെ അവിടെയും കൊടുക്കാം. ഓക്കെ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 സെൻറ്റിമീറ്റർ കൊടുക്കുക. കളറിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ഒബ്ജക്റ്റ് ലാൻഡ്സ്കേപ്പ് ഒബ്ജക്റ്റ് എടുത്തിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. റെക്റ്റാങ്കിൾ ലൈറ്റ് വരച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു 0.1 താഴോട്ട് ഇറക്കി വെക്കുക. ഇതിൻ്റെ കോപ്പി എടുത്ത് രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്യുക. കളർ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഇതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പി എടുത്തിട്ട് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. ശേഷം ഇതിനൊന്ന് സ്കെയിൽ ചെയ്ത് വെച്ചു. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ അങ്ങനെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സെൻട്രലായിട്ടൊരു ലൈൻ വരയ്ക്കുക. ആ ലൈന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി ഇങ്ങോട്ടേക്ക് 2 സെൻറ്റിമീറ്റർ എടുത്ത് വെക്കുക. ഇതിന് നമ്മൾ ഈ കളർ കൊടുത്തിട്ട് റെക്റ്റാങ്കിൾ ലൈറ്റ് എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചതിന് ശേഷം അതിൻ്റെ വിഡ്ത്ത് കുറയ്ക്കുക. ഇവിടെ കൊടുന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പി എടുത്ത് ഇതിനൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി കുറച്ച് ഡീക്കോർ ഐറ്റംസുകൾ കൂടി കവർ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് സെറ്റ് ചെയ്യാം. ആക്ച്വലി ക്രാഷ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ എപ്പോഴും സേവ് അടിക്കണം. ഇതിന് ശേഷം ഒന്ന് ലാൻഡ്സ്കേപ്പ് അസറ്റ് ലൈബ്രറിയിൽ വന്നിട്ട് കുറച്ച് ഡീക്കോറും കൂടി വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഓക്കെ. അതിന് ശേഷം ഇതിൻ്റെ ഒക്കെ ഒന്ന് മെറ്റീരിയൽ ഒന്ന് എഡിറ്റ് ചെയ്യാം നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ എഡിറ്റർ എടുക്കുക. ലൂവർ സെലക്ട് ചെയ്യുക. യൂസ് ആൽബിനോ കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുക. ജസ്റ്റ് കുറച്ച് റിഫ്ലക്ഷൻ വെക്കുക. 70% റിഫ്ലക്ഷൻ വെച്ചിട്ട് ഈ ഒരു ലാമിനേഷൻ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ റിഫ്ലക്ഷൻ ഒന്ന് കുറച്ച് കൂട്ടി വെക്കുക. ബാക്കിലുള്ള വാൾപേപ്പർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ കുറച്ച് വെക്കുക.
ഒരു 40-45 വെക്കുക. ഇതിൻ്റെയും അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു ഓറഞ്ച് ലൈറ്റ് സെലക്ട് ചെയ്യുക, അതിന് എമിസീവ് ആയി കൊടുക്കുക. അതിൻ്റെ കളർ ജസ്റ്റ് ഒരു വാം ലൈറ്റിലോട്ട് മാറ്റുക. അതിനുശേഷം അതിൻ്റെ വാല്യൂ ഒന്ന് ഫുള്ള് കൂട്ടി വെക്കുക. ഓക്കെ, ടി വി ഒക്കെ പിന്നെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ്, നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളു വരുന്നത്. ജസ്റ്റ് ഒന്ന് ഇതിനെല്ലാം കൂടി കൂട്ടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആക്ച്വലി ഇതിനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ലൈൻ വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഇവിടെയല്ല ലൂർ കൊടുത്തിരുന്നത്, അപ്പൊ അതിന് വേണ്ടി വരച്ച് ഈ ഒരു ലൈന് ഇങ്ങനെ ഈ ഒരു ലേബല് കറക്റ്റാക്കി വെക്കുക. ഇതിനെ കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക. ഇവിടെ വന്നിട്ട് ഈ ഡിലീറ്റ് ഗൈഡ് ലൈൻ ഒക്കെ ഡിലീറ്റ് ആക്കിയിട്ട് ഇതിനൊന്ന് കറക്റ്റാക്കി വെച്ച് ഒന്ന് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മളെ പ്രോജക്റ്റ് ഫയലിൽ വരിക, കൺട്രോൾ ഷിഫ്റ്റ് വി അടിക്കുക, അതായത് പേസ്റ്റിംഗ് പ്ലേസ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കറക്റ്റ് ചെയ്യാളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തേക്ക്. ഈ കർട്ടൺ ഒന്ന് സ്കെയിൽ ചെയ്ത് വെക്കാനുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് സെലക്ട് ചെയ്ത് സ്കെയിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. മുകളിൽ പോണ ഈ ഒരു സംഭവം തൽക്കാലം അവിടെ അങ്ങനെ നിന്നോട്ടെ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ഈ ടി വി യൂണിറ്റിൽ വരുന്ന ഈ ഒരു ബാക്ക് പാനലില്ലേ, അതിന് കൺട്രോൾ എക്സ് അടിക്കുക. അതിനുശേഷം നമ്മൾ വാളിന്റെ ഇതിൽ വന്നിട്ട് കൺട്രോൾ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതിനകത്ത് ഇവിടുത്തെ പാനൽ വന്നിട്ടില്ല, അപ്പൊ അത് ഓക്കെ. ഈ പാനൽ ഇതിന്റെ അകത്തല്ല വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് പേസ്റ്റിംഗ് പ്ലേസ് അടിക്കുക, കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ഫയൽ വരിക, അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അതവിടെ വരും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു തീമായിട്ടൊന്ന് മാച്ച് ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി നമ്മളെ ബെഡ്റൂമിലും ഏകദേശം ഈ തീമാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രീൻ ടച്ച് വരുന്ന തീമാണ് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് മുന്നേ ഈ പില്ലോനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഈ സോഫനെ ഒന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ ഒരു പില്ലോനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മിറർ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് മിറർ ടൂൾ കൊടുക്കുക, ഇങ്ങനെ മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് റെഡ് ആക്സസിലോട്ട് ക്ലിക്ക് ചെയ്യാം. ഏകദേശം ഇതിനൊന്ന് ഡിലീറ്റ് ആയി കളയാം. ഓക്കെ, നമുക്ക് ഈ ഒരു ടെക്സ്ചറിനൊന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നുണ്ട്. എഡിറ്റിൽ വരിക, നമുക്കൊരു ക്ലോത്തിന്റെ ടെക്സ്ചർ അതിലോട്ട് ലോഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു പിന്നെ ടെക്സ്ചറിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൈസ് 36 ഇപ്പൊ തൽക്കാലം കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇത് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അടിക്കുക. അതിനുശേഷം ഈ ട്രൈ പ്ലാനർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റ് ആയിട്ട് വരും. അതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ആക്കി എടുക്കുക. നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ പിന്നെ ഈ കർട്ടന് കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഈ ഗ്രീൻ കളർ സെലക്ട് ചെയ്യുക, ഈ രണ്ട് കർട്ടൺ ഒന്ന് ഐസൊലേറ്റ് ചെയ്യുക. അതിന് ശേഷം ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ടെക്സ്ചർ കാര്യങ്ങളൊന്ന് അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റ് ആക്കി വെക്കുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഈ ഒരു ലൂവർ പാനൽ സെലക്ട് ചെയ്തതിന്റെ ടെക്സ്ചർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓക്കെ, ഈ ഒരു ടെക്സ്ചർ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലാമിനേഷൻ വൈറ്റ് കളർ ആക്കുക. അപ്പൊ അത് ജസ്റ്റ് വൈറ്റ് ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആക്ച്വലി ഈ ഒരു വുഡിന്റെ കളർ തന്നെ ഇതിന്റെ ഈ ഒരു ബോഡിക്ക് കൊടുക്കുക, ഐ മീൻ ഈ ഒരു ടേബിളിന് കൊടുക്കുക. അതിന് ശേഷം ഈ വൈറ്റ് കളർ എടുത്തിട്ട് ഇതിന്റെ ഡോറുകളൊക്കെ വൈറ്റ് കളർ ആയി കൊടുക്കുക. ഇതിന്റെയും നമുക്ക് ആ ഒരു വുഡായി കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ ഒക്കെ അലൈൻമെന്റ് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുക. അതിനുശേഷം ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് ലെവലാക്കി വെക്കുക. ഇവിടെ വന്നിട്ട് ഇതിന്റെ 4 സൈഡിലോട്ടും ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം അലൈൻമെന്റ് ഇവിടെ സെറ്റ് ആക്കുക. നമുക്ക് ടി വി യൂണിറ്റിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബോർഡ് അടിച്ചിട്ട് ആ ബോർഡിന്റെ ബാക്കിൽ LED സ്ട്രിപ്പ് അടിക്കുക. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ഒന്നെങ്കിൽ ഇത് ഐസൊലേറ്റ് ചെയ്തിട്ട് വാളിൽ തന്നെ വരക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട്
ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വാളിന്റെ ലെങ്ത് കുറച്ചും കൂടി കൂട്ടും. ഇത്രത്തോളം ഓപ്പണിംഗ് നമുക്ക് വേണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ വിൻഡോന്റെ ലെവലിലോട്ട് കൊണ്ടുവരാം. നമുക്ക് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു 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 പാർട്ടീഷനും ഒരു ആർക്കി ഡ്രൈവ് ഒക്കെ കൂടി കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രത്തോളം ഏരിയയില് ഒരു പാർട്ടീഷൻ വാൾ കൊടുക്കുക. ഇവിടെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കിയിടും ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്കി ഡ്രൈവ് കാര്യങ്ങൾ കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ടൈലിന്റെ സ്കേർട്ടിംഗ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ഇതിനെ ത്രിബിൾ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു പുതിയ സ്കെച്ച് ഫയൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു സ്കെച്ച് ഫയൽ വന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ചിട്ട് അതിനെ അവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിന് ഒരു 3.6 തിക്നെസ് കൊടുക്കുക. സെൻറ്റർ ഭാഗം ഡിലീറ്റ് ആക്കുക. ബാക്കിലോട്ട് ഒരു 20 സെന്റിമീറ്റർ ഒന്ന് പുഷ് ചെയ്തിട്ട് ഇതിന്റെ ബോട്ടം സൈഡ് ഒന്ന് ഡിലീറ്റ് ആയി കളയുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്ത് ഒന്ന് കൺട്രോൾ എക്സ് അടിക്കുന്നുണ്ട്. നമ്മളെ പ്രോജക്റ്റിൽ വന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ചതിന്റെ സൈസ് വാൾ തിക്നെസ് കൊടുത്ത് കറക്റ്റ് ആണ് നോക്കുക. ഇവിടെ കുറച്ച് കുറവുണ്ട്. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഈ ടെക്സ്ചറും കൂടി ഇവിടുന്ന് അപ്ലൈ ചെയ്തിട്ട് കൊണ്ടുപോവുക. കൺട്രോൾ എക്സ് അടിക്കുക. ഇവിടെ വന്ന് കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ച് പേസ്റ്റിംഗ് പ്ലേസ് അടിക്കുക. ഇപ്പൊ തന്നെ ഇതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ഇട്ട് പോകുന്നതൊന്നല്ല. അപ്പൊ ഇവിടെ ലൈൻ വരക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ലൈൻ വരക്കുക. ഈ ടെക്സ്ചർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്ചർ എന്ന ഓപ്ഷൻ വരും. പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ കൊടുത്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ലൈൻ വരക്കുന്നതിലും നല്ലതേ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെക്കുക. അതിനുശേഷം റിവേഴ്സ് ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വരും. ഓക്കെ, ജസ്റ്റ് ബോട്ടം സൈഡിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. ഇത് ആക്ച്വലി ഞാനിങ്ങനെ സെപ്പറേറ്റ് ഫയലിൽ കൊണ്ടുപോയി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എന്റെ ലോഡ് കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റക്ക് ആവും. അപ്പൊ ആ ഒരു സമയം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യണ്ട, കറങ്ങൽ തീരോളം വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ പിന്നെ ഒരു എന്താ പറയാ ഒരു ഷോ ഡിസൈൻ വരുന്ന പിന്നെ പാർട്ടീഷൻ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിത് സെപ്പറേറ്റ് ഫയലിൽ കൊണ്ടുപോയി ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഈ സ്റ്റെക്ക് ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, വർക്ക് ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഫേസ് കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ച് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യുക. അതിനെ ഈ ഒരു ലെവലിലോട്ട് അതിന്റെ സൈസ് ഒന്ന് വെക്കുന്നുണ്ട്. അതിനുശേഷം ത്രിബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഈ ആർക്ക് ഡ്രൈവ് സെലക്ട് ചെയ്യുക. രണ്ടും കൂടെ കൺട്രോൾ എക്സ് അടിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ പ്രോജക്റ്റിൽ വന്നിട്ട് പേസ്റ്റ് പ്ലേസ് അടിക്കുക. അതിനുശേഷം ഇതിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3.6 കൊടുക്കുക. ഈ ലൈനിന് ഇങ്ങോട്ടേക്ക് ഒരു 3.6 മൂവ് ചെയ്ത് വെച്ചിട്ട് സെന്റർ ഭാഗം നമുക്ക് ഡിലീറ്റ് ആയി കളയാം. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ നോക്കാം. അതിനൊന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനൊരു ബേസ് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാംഗിൾ വരച്ച് 10 സെന്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്തതിനു ശേഷം ഇതിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ പാർട്ടീഷൻ ചെയ്യാം. ഞാനിപ്പോ തൽക്കാലം ഈ ഒരു പീസിനെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 35 സെന്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു തട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാംഗിൾ വരച്ചിട്ട് അതിനൊരു 3.6 തിക്നെസ് കൊടുക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിനെ ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് വെച്ചിട്ട് അതിനെ ഇവിടുന്ന് എടുത്ത് മുകളിലോട്ട് ഒരു 40 സെന്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 40 മൂവ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ഒരു കോപ്പി എടുത്ത് നമുക്ക് ഒരു 30 മൂവ് ചെയ്ത് വെക്കുക. ഇതിന് രണ്ടും സ്കെയിൽ ചെയ്ത് വെച്ചിട്ട് ഇത് ഓക്കെ, അതിന് രണ്ടും സ്കെയിൽ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ കുറച്ചിങ്ങനെ ഫില്ലിങ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാംഗിൾ വരക്കണം. ഒരു 8,3 എന്ന് പറഞ്ഞിട്ട് ഒരു സൈസിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു
റെക്ടാങ്കിൾ വരയ്ക്കുക, ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിന്റെ കോപ്പി ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കുക, ഒരു ബൈ 3 അടിച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ ഈ 4 സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് വെക്കുക. അതിനൊന്ന് സ്കെയിൽ എടുത്തിട്ട് മുകളിലോട്ട് വെച്ചിട്ട് അതിൻ്റെയും ഇതുപോലെ തന്നെ കോപ്പി എടുക്കുക. അതിനുശേഷം ഇത് 4 സെലക്ട് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് അതും ഒന്ന് സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ കുറച്ച് പാർട്ടീഷൻ കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടി തൽക്കാലം ഇത് ഒന്ന് മാത്രം അവിടെ കീപ്പ് ചെയ്ത് ബാക്കിയൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റെക്ടാങ്കിൾ വരയ്ക്കുക, ഒരു 3.6 തിക്നെസ് കൊടുത്തിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിയിൽ ഒരു 3 ഷെൽഫ് അടിച്ചിട്ടുണ്ട്. അതിന്റെ കോപ്പി എടുത്ത് ഇവിടെ കൊടുന്ന് വെക്കുക, സ്കെയില് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കി വെക്കുക. അതിനുശേഷം ഇതിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഇതിന്റെ കോപ്പി എടുത്ത് ബൈ 3 അടിച്ച് ഇവിടെ കറക്റ്റ് ഫില്ല് ചെയ്ത് വെക്കുക. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ആർക്കി ഡ്രൈവ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു LED കാണിക്കുക, ഒരു LED കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ നമുക്ക് ഇതിന്റെ ടെക്സ്ചറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൽ ഈ ഒരു പിന്നെ ഷെൽഫിനൊക്കെ നമുക്ക് വുഡിന്റെ കളറും പിന്നെ ഇതിന് വൈറ്റും കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് വുഡിന്റെ കളർ ഒന്ന് സെലക്ട് ചെയ്യുക. അതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇനിയിപ്പോ ഇതിൽ LED കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഈ എഡ്ജ് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് സെന്റർ ആക്കി വെക്കുക. ഒരു 2 സെന്റിമീറ്റർ തിക്നെസ് കൊടുത്തിട്ട് അവിടെ നമുക്കൊരു കളർ അപ്ലൈ ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് MCU മെറ്റീരിയൽ ആക്കി മതി, വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ടതില്ല. അതിനുശേഷം ഈ വൈറ്റ് നമുക്ക് മറ്റേ പിന്നെ നമ്മൾ പ്രോജക്റ്റിൽ ഓൾറെഡി ഒരു വൈറ്റ് ഉണ്ട്, ആ സെയിം കളർ എടുത്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ ഇവിടെ ഈ ഫയൽ ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം എനിക്ക് വേറെ ഏതെങ്കിലും പ്രോജക്റ്റിൽ നമുക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ തൽക്കാലം ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രോജക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഗ്രീന് മാറ്റി വൈറ്റ് ആക്കും. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നമുക്ക് പിന്നെ മെറ്റീരിയൽ ഒന്ന് സെറ്റ് ആക്കി വെക്കുക. അതിന് വേണ്ടിയിട്ട് എൻസ്കേപ്പിന്റെ അസറ്റ് എഡിറ്റർ, മെറ്റീരിയൽ എഡിറ്റർ എടുക്കുക, വുഡ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ, വുഡ് ഓൾറെഡി നമ്മൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. ഇത് പിന്നെ ഇപ്പം നോക്കുന്നില്ല, നമുക്ക് അവിടുന്ന് വേറെ മാറ്റാം. പിന്നെ വേണ്ടത് ഈ ഒരു ലൈറ്റ് ആണ്. ലൈറ്റ് ജനറിക് മാറ്റിയിട്ട് സെൽഫ് ഇലുമിനേറ്റർ ആക്കുക. അതിന്റെ കളർ ജസ്റ്റ് ഒന്ന് വാമായി കൊടുക്കുക, അതിന്റെ വാല്യൂ ഫുൾ ആക്കിയിടുക. ഇനിയിപ്പോ ഇതിനകത്ത് കുറച്ച് ഡീകോർ ഐറ്റംസ് കൂടി ആഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി അതെല്ലാം എല്ലാതും കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് സേവ് അടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രോജക്റ്റിലോട്ട് കൺട്രോൾ C അടിച്ചിട്ട് നമ്മുടെ പ്രോജക്റ്റിൽ വരിക. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് V അടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ആ സ്കേർട്ടിങ് ഒന്ന് അൺഹൈഡ് ചെയ്തൊക്കെ ഒന്ന് അൺഹൈഡ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ
പിന്നെ ഇൻസ്റ്റൻ്റെ ലിങ്കും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.